ബി ജെ പിയുടെ തിരുവനന്തപുരത്തുണ്ടാക്കിയിരിക്കുന്ന വിജയമെന്ന് പറയുന്നത് അതൊരു വലിയ വിജയം തന്നെയാണ്. ഈ പണ്ട് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ തദ്ദേശം പിടിക്കുമെന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് അതാണ് അതിൻ്റെ ഒരു രീതി. അതിൻ്റെ ഓരോ പടികളും കടന്നു കയറി വരിക. ഇതുതന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ള ഒരു രീതിയാണ് അമിത്ഷാ ഇവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തത്. അതിൻ്റെ ഒരു ഫലവും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ അമരത്ത് കൊണ്ടുവന്നതുമാണ് ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടായ കാര്യം. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് ചില ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നുപോയി, അത് നമ്മൾ കൂട്ടണ്ട. പ്രത്യേകിച്ച് ഒരുപാടൊന്നുമില്ല. നിലമ്പൂരിൽ രാജീവ് ചന്ദ്രശേഖർ അതിന് കൃത്യമായ ഒരു നിലപാടെടുത്ത് പറഞ്ഞു, അവിടെ നമ്മൾ കൊണ്ടുപോയി പണവും നമ്മുടെ ഊർജവും ഒന്നും വെറുതെ ചെലവഴിക്കരുത്. പിന്നെ അത് ഈ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾക്കതങ്ങോട്ട് അത്ര സുഖിക്കത്തില്ലല്ലോ. കാരണം തോറ്റ് തുന്നം പാടിയാലും നിന്ന് ജയിച്ചു കളയാം എന്നുള്ളതല്ലാതെയും പിന്നെ ആ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ അങ്ങ് ആറാടുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനല്ലല്ലോ, കച്ചവട മനസ്സുള്ള ആളല്ലേ. അദ്ദേഹം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പിന്നെ ₹1 അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിങ്ങോട്ട് തിരികെ കിട്ടുന്ന എത്രയാണെന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്ന ആളാണ്. അപ്പോൾ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഒരു സിഇഒയെ പോലെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ നമുക്കുണ്ടാക്കിയിട്ടുള്ള വിജയം. പിന്നെ ഓരോ തട്ടിലും ഗ്രൂപ്പും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഉൾപ്പോരും അതൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇപ്പോൾ CPM പോലുള്ള കേഡർ പാർട്ടികളിൽ ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ പരാജയത്തിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം, പൊട്ടിത്തെറി ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ BJP അങ്ങനെ വിജയം നേടിയിരിക്കുന്നു. തിരുവനന്തപുരത്തിന് ഒരു മേയർ, മുമ്പേ അവർ പറയാറുണ്ട് 2026 നമ്മുടെ സംസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി, തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവുക BJPയുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ഒരു മേയർ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ കാര്യങ്ങളിലേക്ക് അടുത്തു എന്നുള്ളതാണ്. അത് മേയർ ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പലരുടെയും ചിന്ത. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ ഉയർത്തി കാണിച്ചു പലരെയും. കോൺഗ്രസ്സുകാർ ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ മുരളീധരൻ വന്നതുകൊണ്ടാണ് ഈ 10-ൽ നിന്ന് 19-ൽ എത്തിച്ചത്. ഞാൻ തുടക്കത്തിൽ തന്നെ പല വീഡിയോകളിലും പറഞ്ഞതാണ്, മുരളീധരൻ കാര്യങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു 10-ൽ നിന്ന് 15-ൽ വരെ എത്തുമെന്ന് കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു. അത് 19-ലെത്തി. കാരണം ചിലയിടങ്ങളിൽ അവരുടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ നല്ല ഗംഭീരന്മാരായിരുന്നു. അവർ വിജയിക്കണം. ചില വാർഡുകളിൽ ഇല്ല, സൈലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്ന കുഴപ്പമേ. ഉള്ള ചില വാർഡുകളിൽ നന്നായിട്ട് പ്രവർത്തിച്ചു, നല്ല സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ 10-ൽ നിന്ന് 19-ലെത്തി. അല്ലെങ്കിൽ താഴേക്ക് പോകേണ്ടതാണ്. അവർ ശബരിനാഥിനെ മേയറാക്കി ഉയർത്തി. CPM-ഉം മേയർ സ്ഥാനാർത്ഥിയായിട്ട് പലരെയും, ദീപക്കോ ശിവജിയ, ഇങ്ങനെ പലരെയും ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ തിരുവനന്തപുരത്തിന് അത് CPM അങ്ങനെ ഒരു ഉറച്ച ഇതോടുകൂടിയല്ല പറഞ്ഞത്. കാരണം അവർക്കറിയാം ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ച ബെന എന്താണെന്ന്. അതിലൂടെ തിരുവനന്തപുരം കൈവിട്ടു പോകുമെന്ന് കൃത്യമായിട്ട് പാർട്ടി മനസ്സിലാക്കി എന്നുള്ളതാണ്. മൂക്കിന് കീഴിലല്ലേ കിടക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിൻ്റെ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ചൊരു പഠനമൊന്നും നടത്തേണ്ട കാര്യമില്ല, അവർക്കറിയാൻ പറ്റുന്നുണ്ട്. BJP ആരെ ഉയർത്തി കാണിച്ചു എന്ന് ചോദിച്ചാൽ ജനമങ്ങ് തീർച്ചപ്പെടുത്തി ഇന്നാരായിരിക്കും മേയർ എന്നുള്ള രീതിയിൽ. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ മത്സരിച്ച, അതായത് ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിച്ച ശ്രീലേഖ IPS റിട്ടയർഡാണേ. അല്ലെങ്കിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ IPS എന്ന് ഉപയോഗിക്കുമ്പോഴേ
അത് റിട്ടയർഡ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീലേഖയുടെ പേര് ഉയർന്നു വന്നു. അതിനോടൊപ്പം തന്നെ BJPയുടെ ഈ വാർഡുകളിൽ മത്സരിക്കുന്നതിൽ തലയെടുപ്പുള്ള സമുന്നതനായ നേതാവാണ് VV രാജേഷ്. കൊടുങ്ങാന്നൂർ മണ്ഡലം വട്ടിയൂർക്കാവിന് സമീപമുള്ള. മറ്റൊരു പേര് ഉയർന്നു വന്നത് കരമന അജിത്ത്, കരമന വാർഡിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്ന ഈ 2-3 പേരുകളാണ് തിരുവനന്തപുരത്തുകാരുടെ ഇടയിൽ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ചില പിന്നാമ്പുറ വർത്തമാനം. അതിനിടയ്ക്ക് അനൗദ്യോഗികമാണെങ്കിൽ പോലും ചിലർ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു, ശ്രീലേഖയ്ക്ക് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ മേയർ. കാരണം അമിത്ഷായും ഒക്കെ അത്തരത്തിലൊരു ഹൈ പ്രൊഫൈലുള്ള ഒരാളെയാണ് തിരുവനന്തപുരത്തിൻ്റെ മേയറാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ശരിയാണ്. ഈ പുതിയ തലമുറയൊക്കെ അവരൊക്കെ അതായിരിക്കും നോക്കുന്നത്. അവർ നോക്കുന്നത് ഒരു രാഷ്ട്രീയമല്ല, അവർക്ക് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് താല്പര്യം, വികസന രാഷ്ട്രീയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രീലേഖയെ പോലെ സമർത്ഥയായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ചിത്രം മാറുമല്ലോ. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമല്ലേ, തല തന്നെയാണല്ലോ BJP ആദ്യം പിടിച്ചത്. അപ്പോൾ ഇരിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരാളെ. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ് VV രാജേഷ്. ഈ VV രാജേഷിന് എതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും പല സൈഡുകളിൽ നിന്നും ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ രാജേഷിനെ മാറ്റി നിർത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയുന്നില്ല. മാറ്റി നിർത്താനുള്ള. പിന്നെ നമുക്ക് ഉയർന്നു കേൾക്കുന്നത് കരമന അജിത്തിൻ്റെ പേരാണ്. കരമന അജിത്തിൻ്റെ പേര് എന്തുകൊണ്ട് ഉയർന്നു കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് മണ്ഡലത്തിൽ വരുന്ന, നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു വാർഡാണ്. രാജീവ് ചന്ദ്രശേഖർ ഉന്നം വയ്ക്കുന്നത് അതാണ്. കാരണം നിയമസഭാ മണ്ഡലത്തിലുള്ള ഒരാള്, ആ വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന ഒരാൾ മേയറായി കഴിയുമ്പോൾ അതിൻ്റെ ഗുണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയമല്ല രാജീവ് ചന്ദ്രശേഖർ കാണുന്നത്, പാർട്ടിയുടെ വിജയമാണ്. രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്, പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പ്രസ്ഥാനത്തിന്റെ വിജയമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ മുമ്പും പല വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ രാജീവ് ചന്ദ്രശേഖർ ഒരു കച്ചവടക്കാരനാണ്. അത് അടിവരയിടേണ്ട കാര്യമാണ്. ഈ കച്ചവടക്കാരൻ എന്നുള്ളത് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അതാണ് വേണ്ടത്. ഒരു കച്ചവടക്കാരൻ്റെ മനസ്സുണ്ടായിരിക്കണം. ആ മനസ്സോടുകൂടി അദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കൊണ്ടുവന്നപ്പോൾ പലരും പറഞ്ഞു, അദ്ദേഹം വെറും കച്ചവടക്കാരനല്ലേ, കച്ചവടക്കാരൻ എന്ത് രാഷ്ട്രീയം അറിയാം, എന്ത് തിരുവനന്തപുരത്തിൻ്റെ പൾസ് അറിയാം എന്നൊക്കെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കച്ചവടക്കാർക്കാണ് അറിയാവുന്നത് ഓരോ ഇടത്തിൻ്റെയും പൾസ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു അതിപ്രതാപത്തോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പൾസ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടാണ് ഈ കരമന അജിത്ത് ആകണം എന്നുള്ള തരത്തിൽ നിൽക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിൽ നിന്നുള്ള നേട്ടം കൊണ്ടുവരാനായിട്ട് 26-ൽ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നത് മുൻ IG ശ്രീലേഖയും കരമന അജിത്തുമാണ് എന്നുള്ളതാണ്. ഇവരിൽ നിന്നാണ് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.